നമ്മുടെ കഥ ആരംഭിക്കുന്നത് യൂറോപ്പിലെ ഒരു ഘോരമായ വനത്തിലാണ്. അവിടെ ഒരു ചെറിയ പന്നിക്കുട്ടി അതിന്റെ യജമാനന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് വളരെ വേഗത്തിൽ ഓടുകയാണ്. തൊട്ടടുത്ത റോട്ടിൽ സാം എന്നീ ഒരു പയ്യൻ, അതായത് നമ്മുടെ കഥയിലെ നായകൻ, കാണാതെ പോയ അവന്റെ അച്ഛനെയും തപ്പി നടക്കുവാണ്. ആശാനാണെങ്കിൽ ആ നാട്ടിലെ ഭാഷ പോലും അറിയില്ല. അതുകൊണ്ട് കയ്യിലുള്ള അച്ഛന്റെ ഒരേ ഒരു ഫോട്ടോ വെച്ചാണ് വഴിയിലൂടെയുള്ള ആളുകളോടെല്ലാം അവൻ അന്വേഷിക്കുന്നത്. എന്നാൽ അതിനിടയിൽ അവന്റെ ശ്രദ്ധ ചെറുതായി ഒന്ന് മാറിയതും വണ്ടി നിയന്ത്രണം വിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ പന്നിക്കുട്ടി ഇടിച്ചു വീഴ്ത്തി. ഇത് കണ്ട സാം ആ ചത്ത് എന്ന് പറഞ്ഞ് പതി അതിന്റെ അടുത്തേക്ക് പോകുന്നു. ശേഷം ഒരനക്കവുമില്ലാതെ കിടക്കുന്ന ഒരു പാവത്തിനെ എടുത്തുകൊണ്ട് അവൻ തിരിച്ചുപോയി. ഇപ്പോൾ നേരമാണെങ്കിൽ വളരെ ഇരുട്ടി കഴിഞ്ഞു. ഇത് കണ്ട സാം വഴിയിൽ കണ്ട ഒരു സ്റ്റോറിലേക്ക് പോകുന്നു. എന്നാൽ എവിടെയെങ്ങും ആരുമില്ല. ഇപ്പോൾ അവൻ തിരിച്ചു വന്ന് ആ പന്നിക്കുട്ടിയെ നോക്കിയപ്പോൾ പാവം അത് ചത്തിട്ടുണ്ട്. ഇത് വലിയ ശല്യമായല്ലോ എന്നും പറഞ്ഞ് സാം ഇപ്പോൾ അതിനെ കുഴിച്ചിടാൻ തൊട്ടടുത്തൊരു കാട്ടിൽ കുഴിയെടുക്കുന്നു. എന്നാൽ ആ കാട്ടിൽ നിന്നും ആരോ അവിടേക്ക് നടന്നു വരുന്നൊരു ശബ്ദം അവൻ കേട്ടു. ഇത് കണ്ട ഭയന്ന നമ്മുടെ സാം പേടിച്ച് അവിടെയുള്ള ഒരു തൂമ്പിയും പിടിച്ചു നിൽക്കുന്നു. ആൻഡ് ഈ ഒരു സമയം ആ പന്നിക്കുട്ടി പെട്ടെന്ന് അവിടെ നിന്നും ചാടി എഴുന്നേറ്റു. ഇത് കണ്ട സാം ഇത് ചത്തില്ലേ എന്നും പറഞ്ഞ് അതിനെ വീണ്ടും കാറിൽ കൊണ്ടുപോയിട്ടു. എന്നാൽ ഈ സമയം കാട്ടിൽ നിന്നും ഒരു പെൺകുട്ടി അവന്റെ മുന്നിൽ വന്നു. അവളുടെ പേരാണ് കേക്കി. ശരിക്കും കിർക്കി എന്നാണ്, എന്നാലും നമുക്ക് കേക്കി തന്നെ വിളിക്കുക. അവൾ സാമിനോട് പറഞ്ഞു ആ പന്നിക്കുട്ടി എന്റേതാണ്. ഇത് കേട്ട സാം അവളെയും വണ്ടിയിലെത്തി അവരെ വീട്ടിൽ കൊണ്ടുവിടാൻ പോകുന്നു. എന്ത് നല്ല മനുഷ്യല്ലേ. ശേഷം വീട്ടിലെത്തി നമ്മുടെ സാമിന് കേക്കി എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ കഴിക്കാൻ കൊടുത്തു. ആൻഡ് അന്ന് രാത്രി അവനോട് എവിടെയും പോകാതെ അവിടെ തന്നെ കിടന്നോളാനും പറഞ്ഞു. ഇത് കേട്ട നമ്മുടെ സാമിന് വളരെ സന്തോഷത്തിലായി ഡ്രസ്സെല്ലാം വഴിച്ച് ആശാൻ അപ്പൊ തന്നെ കൂർക്കമ്പലി തുടങ്ങി. എന്നാൽ ഈ സമയം കേക്കി ആണെങ്കിൽ പുറത്തുപോയി സന്തോഷത്തോടെ ആകാശത്ത് നോക്കി ദൈവത്തോട് നന്ദി പറയുന്നു. അതെ, എന്തോ എവിടെ ഒരു തകരാറ് പോലെ. ഇപ്പൊ കുറച്ചു മണിക്കൂറുകൾ സുഖമായി ഉറങ്ങിയ നമ്മുടെ സാം കണ്ണു തുറന്നപ്പോൾ കേക്കി അവളുടെ അച്ഛൻ ഗുസ്താവോയും ജാനക്സ് എന്നൊരു പയ്യനെയും കൂട്ടി അവിടേക്ക് വന്നു. സാമിനാണെങ്കിൽ അവർ പറയുന്ന ഭാഷയൊന്നും മനസ്സിലാകുന്നില്ല. ആൻഡ് അതിനിടയിൽ ജാനക്സ് അവന്റെ തല കൊണ്ട് സാമിനെ അടിച്ച് താഴെ ഇട്ടു. ശേഷം അവന് ബോധം വന്നപ്പോൾ അവർ സാമിന്റെ കഴുത്തിൽ ഒരു ചങ്ങലയും ഇട്ട് നിലത്ത് കിടത്തിയിരിക്കുകയാണ്. ജാനക്സിനാണെങ്കിൽ ഒരു ചെറിയ സംശയമുണ്ട്, അതായത് കേക്കിക്ക് നമ്മുടെ സാമിന് ഇഷ്ടമാണോ എന്ന്. അതുകൊണ്ട് ജാനക്സ് ആണെങ്കിൽ അവന്റെ ദേഷ്യം മുഴുവൻ സാമിനോടാണ് തീർക്കുന്നത്. ശേഷം കേക്കി വന്ന് സാമിന് വേണ്ടി ആ സ്ഥലം മുഴുവൻ അടിച്ചുവാരി വൃത്തിയാക്കി കൊടുത്തു. എന്നാൽ പാവം സാമാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുവാണ്. ഇപ്പൊ സാം കേക്കിയോട് സംസാരിക്കുന്നത് കണ്ട് അവളുടെ അച്ഛൻ ഗുസ്താവ് വന്ന് അവനെ അടിച്ചൊരു പരുവമാക്കി. ശേഷം പിറ്റേ ദിവസം അതിരാവിലെ അവൻ എഴുന്നേറ്റപ്പോൾ പാവം അവന്റെ ശരീരം മുഴുവൻ വേദനയായിരുന്നു. ആൻഡ് ഈ സമയം കേക്കിയും ഗുസ്താവയും രണ്ടു വലിയ ബക്കറ്റുകളുമായി അവിടെ എത്തി. അതിലൊന്നിൽ അവനുള്ള ഭക്ഷണവും മറ്റേതിൽ പന്നികൾക്കുള്ള ഭക്ഷണവുമാണ്. കേക്കി അവനോട് പറഞ്ഞു നീ പന്നികൾക്ക് ഭക്ഷണം കൊടുക്ക്, എന്നാലേ നിനക്ക് ഭക്ഷണം ലഭിക്കൂ. ഇത് ചെയ്തില്ലെങ്കിൽ ഗുസ്താവ് നിന്നെ വീണ്ടും അടിച്ചൊരു പരുവമാക്കും. എന്നാൽ ഇത് കേട്ട സാം ആ ബക്കറ്റ് ചവിട്ടി താഴെയിട്ട് അവരോട് പറഞ്ഞു ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടിമയായി ഇവിടെ കഴിയില്ല. ഇപ്പൊ ഗുസ്താവ് അവനെ വീണ്ടും തല്ലാൻ പോകുന്നു. എന്നാൽ കേക്കി അയാളെ തടഞ്ഞിട്ട് പറഞ്ഞു അവനെ തല്ലണ്ട, കുറച്ചു കഴിഞ്ഞ് വിശക്കുമ്പോൾ അവൻ തനിയെ പഠിച്ചോളൂ. ഇപ്പൊ അവർ നമ്മുടെ സാമിനെ രാത്രി കഴിക്കാൻ ഭക്ഷണം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നാൽ അത് വളരെ ദൂരത്താണ്. അവൻ കഷ്ടപ്പെട്ട് അവന്റെ കാലുപയോഗിച്ച് വരെ അത് എടുക്കാൻ നോക്കുന്നു. പക്ഷെ പെട്ടെന്ന് ആ ചെറിയ പന്നിക്കുട്ടി അവിടെ വന്ന് ആ ഭക്ഷണം മുഴുവനും കഴിച്ചു തീർത്തു. ശേഷം തൊട്ടടുത്ത ദിവസം അവിടെ മാർക്ക്, വില്യം എന്ന രണ്ട് കിളവന്മാര് വന്നു. പാവൻ സാമാണെങ്കിൽ ഇപ്പോൾ അവരോട് വരെ തന്നെ അഴിച്ചുവിടാൻ പറയുന്നു. ബട്ട് അവർ ഗുസ്താവയോട് ചോദിച്ചു ഞങ്ങൾക്ക് സാമിനെ വാങ്ങിയാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ ജാനക്സ് അവിടെ പെട്ടെന്ന് ഓടി വന്നിട്ട് അത് ചെയ്യുന്നതിൽ നിന്നും ഗുസ്താവയോ തടഞ്ഞു. കാരണം സാം എങ്ങാനും പോയി കഴിഞ്ഞാൽ അവന്റെ സ്ഥാനത്ത് അടിമയായി ജാനക്സ് നിൽക്കേണ്ടി വരും. ശരിക്കും ജാനക്സ് മാർക്കിന്റെ മകനാണ് ആൻഡ് വില്യം അവന്റെ അങ്കിളുമാണ്. എന്നാലും അവർ അവനെ അടിമയായാണ് വളർത്തുന്നത്. എന്നാൽ ഗുസ്താവ് അവരോട് സാമിനെ അയക്കുന്ന കാര്യം ഞാൻ പരിഗണിക്കാമെന്നും പറഞ്ഞു. ആൻഡ് ഇത് കേട്ട ജാനക്സ് ആണെങ്കിൽ അന്ന് രാത്രി ആരും അറിയാതെ അവിടെ ചെന്ന് സാമിനെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ചങ്ങല പൊട്ടിച്ച് അവനെ അവിടുന്ന് റിലീസും ചെയ്തു. എന്നാൽ ഇപ്പോൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ കേക്കി സാം അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നത് കണ്ട് അവനെ പിടിക്കാൻ നോക്കുന്നു. പക്ഷെ ജാനക്സ് അവിടെ വന്ന് കേക്കി അതിൽ നിന്നും തടയാനും നോക്കുന്നു. കേക്കി ആണെങ്കിൽ ജാനക്സിനോട് വീണ്ടും വീണ്ടും പറഞ്ഞു എന്റെ മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനവുമില്ല. എന്നാൽ ഇത് കേട്ട ജാനക്സ് ആണെങ്കിൽ പ്രാന്ത് പിടിച്ചതുപോലെ കേക്കിയെ തള്ളി താഴെയിട്ട് അവളെ കൊല്ലാൻ വരെ നോക്കുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ സാം ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചു ഓടി വന്ന് അവന്റെ കയ്യിലെ ചങ്ങല ഉപയോഗിച്ച് ജാനക്സിന്റെ കഴുത്തിൽ കയറി പിടിക്കുന്നു. അങ്ങനെ അവരുടെ കൊടൂരമായ ഫൈറ്റ് പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു വെടിയൊച്ച കേട്ടു. അത് ഗുസ്താവോ ആണ്. അവർ ജാനക്സിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് പാവം സാമിനെ വീണ്ടും ആ ഒരു പന്നിക്കൂട്ടിൽ പിടിച്ചു കെട്ടി. തൊട്ടടുത്ത ദിവസം കേക്കി സാമിന് കഴിക്കാൻ നല്ല ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. കാരണം അവനാണ് അവളുടെ ജീവൻ രക്ഷിച്ചത്. സാം അവളോട് വീണ്ടും പറഞ്ഞു എനിക്ക് നിങ്ങളുടെ അടിമയായി ഒരിക്കലും നിൽക്കാൻ സാധിക്കില്ല. ഇത് കേട്ട കേക്കി അവനോട് പറഞ്ഞു നീ തന്നെയല്ലേ എന്നെ നിന്റെ കാറിൽ കയറ്റിയത്. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം സാം അവിടെയുള്ള പന്നികളെയൊക്കെ നോക്കാൻ തുടങ്ങി. ശേഷം ഗുസ്താവ് ഇവിടെ വന്ന് സാമിന് പുറത്തു പണിയെടുക്കാൻ വേണ്ടി അവന്റെ കഴുത്തിലെ ചങ്ങലയ്ക്ക് നല്ല നീട്ടം വെച്ചു കൊടുക്കുന്നു. കുറെ കാലമായി പുറം ലോകം കാണാത്ത സാം ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ വളരെ സന്തോഷപ്പെട്ടു. ഈ സമയം ഗുസ്താവോ സാമിനോട് ഒരു പന്നിയെ കൊല്ലാൻ പറഞ്ഞു. കാരണം അതിനെ ഒരു പാർട്ടിക്ക് പാചകം ചെയ്യാനുള്ളതാണ്. പക്ഷെ സാം പറഞ്ഞു ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ജീവിയും ഇന്നേ വരെ കൊന്നിട്ടില്ല. അതുകൊണ്ട് ഗുസ്താവോ വേറെ വഴിയില്ലാതെ സാമിന്റെ മുന്നിൽ വെച്ച് ആ പന്നിയെ കൊന്നു. ഇപ്പോൾ കുറച്ചു സമയത്തിന് ശേഷം അതേ ചെറിയ പന്നിക്കുട്ടി, അതായത് സാം വഴിയിൽ വെച്ച് രക്ഷിച്ച ആ ഒരു ചെറിയ പന്നിക്കുട്ടി സാമിന്റെ അടുത്തേക്ക് പതിയെ വന്ന് അവനെ മമ്മി മമ്മി എന്ന് വിളിക്കാൻ തുടങ്ങി. ഇത് കേട്ട് സാം ആകെ അന്തം വിട്ട് അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി. ഇപ്പൊ കേക്കിയാണെങ്കിൽ സാമിനെ നല്ലോണം തേച്ചൊരിച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കുകയാണ്. ശേഷം അവനോട് പറഞ്ഞു ഇവിടെ നടക്കാൻ പോകുന്ന പാർട്ടിക്ക് ഗുസ്താവ് നിന്നെ
എല്ലാവരുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം അവനെ നല്ല വസ്ത്രം ധരിപ്പിച്ച് സാമിനെ ടേബിളിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തി. അവിടെ ഒരുപാട് ആളുകൾ ഇരുന്ന് ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ എല്ലാവരുടെ കൂടെയും ഭക്ഷണം കഴിക്കാൻ ഇരുത്തിയെങ്കിലും അവന്റെ കഴുത്തിലെ ചങ്ങല അങ്ങനെ തന്നെയുണ്ട്. എന്നാൽ സാമായിട്ടുള്ള കച്ചർക്ക് ശേഷം കാണാതായ ജാനക്സ് ആണെങ്കിൽ കുറച്ചു ദൂരെ അയച്ച ഒരു പട്ടിയുടെ കൂടെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഭക്ഷണത്തിന് ശേഷം എല്ലാവരും പാട്ടും ഡാൻസെല്ലാം തുടങ്ങി. ആൻഡ് ഇപ്പൊ കേക്കി വന്ന് സാമിനെ ഡാൻസ് കളിക്കാൻ വിളിക്കുന്നു. ഇത് കണ്ടാണെങ്കിൽ ജാനക്സിന് അങ്ങ് പൊളിയുന്നുണ്ട്. ഇപ്പൊ മാർക്കും വില്യമും ജാനക്സിന്റെ അടുത്ത് ചെന്നിട്ട് അവർ കഴിച്ചതിന്റെ ബാക്കി അവന് കുറച്ച് കൊടുക്കുന്നു. ഈ സമയം ജാനക്സ് അവരോട് പറഞ്ഞു, എനിക്ക് കേക്കിയെ കല്യാണം കഴിക്കണം. ഇത് കേട്ടവർ ജാനക്സിനോട് പറഞ്ഞു, എടാ നീ വെറും ഒരു പട്ടിയാണ്, നിനക്ക് എങ്ങനെയാണ് ഒരു കല്യാണം കഴിക്കാൻ സാധിക്കും? ഇത് കേട്ട് വിഷമിച്ച നമ്മുടെ ജാനക്സ് അവന്റെ വിഷമം തീർക്കാൻ വേണ്ടി അവരുടെ നേരെ പട്ടിയെ പോലെ കുരയ്ക്കാൻ അങ്ങ് തുടങ്ങി. ആൻഡ് അവരാണെങ്കിൽ ജാനക്സിനെ നിലത്ത് കിടത്തി അവന്റെ വയറ്റിലും കയറിയിരുന്നു. ഈ സമയം ഗുസ്താവോ ആണെങ്കിൽ സാമിനെ കേക്കിയുടെ അടുത്ത് നിന്നും മാറ്റി, എടാ നീ ഇപ്പോഴും ഞങ്ങളുടെ അടിമയാണെന്ന് പറഞ്ഞു. ശേഷം കേക്കി അവനോട് പെട്ടെന്ന് അകത്തേക്ക് പോകാനും പറഞ്ഞു. എന്നാൽ അവൻ അകത്തേക്ക് പോകുന്ന വഴി അവിടെ ഉണ്ടായിരുന്ന ഒരു പട്ടി സാമിന്റെ നേരെ കുരക്കുകയും ആൻഡ് ഇത് കണ്ട നമ്മുടെ സാമ് അതൊരു മത്സരമായി എടുത്ത് ആ പട്ടിക്ക് നേരെ കുരച്ചു കാണിച്ചു. ശേഷം ശരിക്കുമുള്ള പട്ടി പേടിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി. അപ്പൊ ആ കൂട്ടിൽ നിന്നും ജാനക്സ് വെളിയിൽ വന്ന് സാമിനോട് പറഞ്ഞു, എടാ ഇനി നീ എന്നോട് മത്സരിക്കും. ശേഷം സാമ് പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവന്റെ കാർ തൊട്ടടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് അവൻ ഓടി അതിനകത്ത് കയറി. പക്ഷെ ഡോറിൽ അവന്റെ ചങ്ങലയും കുടുങ്ങി. ശേഷം അവൻ പതിയെ വണ്ടിയുടെ ചാവി തപ്പി പിടിച്ച് കാർ ഒന്ന് സ്റ്റാർട്ട് ആക്കുന്നു. എന്നാൽ വണ്ടിയുടെ മുന്നിൽ തന്നെ കേക്കിയുണ്ട്. അവൾ അവിടെ നിന്നും കരയാൻ തുടങ്ങി. ഇതാ സാം വണ്ടി എടുത്ത് പോകുന്നു. ഇത് കേട്ട് അവിടെയുള്ള എല്ലാവരും വന്ന് സാമിനെ പിടിച്ച് നിലത്തൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയി അവനെ കെട്ടിയിട്ട് അങ്ങ് തല്ലാൻ തുടങ്ങി. സാമാണെങ്കിൽ വേദന എടുത്ത് അവരോട് പറയുന്നുണ്ട്, എന്റെ പൊന്നു മക്കളെ, ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്കിയതാ, രക്ഷപ്പെടാൻ നോക്കിയതല്ല. എന്നാൽ അതൊന്നും അവിടെയുള്ള ആരും കേൾക്കാതെ സാമിനെ പട്ടിയെ പോലെ തല്ലി ഒരു പരുവമാക്കി. പാവം സാമ് വേദന കൊണ്ട് അന്ന് രാത്രി ശരിക്കും ഉറങ്ങിയില്ല. ശേഷം പിറ്റേ ദിവസം ജാനക്സും ഒരു പയ്യനും കൂടി കുറച്ച് പന്നികളെ ഒരു ട്രക്കിൽ കയറ്റുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം ആ ചെറിയ പന്നിക്കുട്ടി വീണ്ടും സാമിന്റെ അടുത്തേക്ക് വന്നു. എന്നാൽ ഇപ്രാവശ്യം അതിന്റെ വായിൽ ഒരു കട്ടിംഗ് പ്ലെയർ ഉണ്ട്. ആൻഡ് അതുപയോഗിച്ച് സാം ആ ചങ്ങല കട്ട് ചെയ്ത് ഒരിക്കൽ കൂടി രക്ഷപ്പെടാൻ നോക്കുന്നു. അവൻ ആരും കാണാതെ പതിയെ ആ ട്രക്കിൽ കയറിയിരുന്നു. എന്നാൽ പോകുന്ന വഴിക്ക് ആ ട്രക്കിന്റെ ടയർ പൊട്ടി അത് മറിഞ്ഞു വീണു. കഷ്ടകാലം വരുന്ന ഒരു വഴിയെ. ശേഷം ജാനക്സ് അതിനുള്ളിൽ നിന്നും എങ്ങനെയോ പുറത്തേക്ക് വന്നപ്പോൾ കണ്ടത് ജീവനും കൊണ്ട് ഓടുന്ന സാമിനെയാണ്. അവന്റെ പുറകെ ആണെങ്കിൽ ആ എല്ലാ പന്നികളും ഉണ്ട്. എന്നാൽ അവിടെ വീട്ടിലാണെങ്കിൽ സാമിനെ കാണാത്തത് കൊണ്ട് കേക്കി ഗുസ്താവയോട് കാര്യം പറഞ്ഞ് അവിടെ നിന്നും പൊട്ടിക്കരയുന്നു. അതുകൊണ്ട് ഗുസ്താവോ വീണ്ടും ഗണ്ണെടുത്ത് അവനെ തപ്പി ഇറങ്ങി. അവിടെ സാം ആണെങ്കിൽ ഒരു കാട്ടിലൂടെ ജീവനും കൊണ്ട് ഓടുകയാണ്. എന്നാൽ അതിന്റെ ഇടയിൽ അറിയാതെ അവൻ ഒരു വാരിക്കുഴിയിൽ വീണു. അങ്ങനെ കുറച്ചു കഴിഞ്ഞവൻ കണ്ണു തുറന്നപ്പോൾ നേരം വളരെ ഇരുട്ടിയിരുന്നു. ആൻഡ് അവൻ അവിടെ നിന്നും മുകളിലേക്ക് കയറാൻ നോക്കുന്നു. പക്ഷെ ഒരു കാര്യവുമില്ല. അവനാണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ആ കുഴിയിലേക്ക് ഒരു കയറ് വന്നു വീണു. സാം നോക്കിയപ്പോൾ അത് ആ ചെറിയ പന്നിക്കുട്ടി തന്നെയാണ്. അത് വീണ്ടും അവനെ രക്ഷിക്കാൻ വന്നതാണ്. പെട്ടെന്ന് സാം ആ കയറിൽ പിടിച്ച് മുകളിലേക്ക് കയറി. ആൻഡ് ആ പന്നിക്കുട്ടി അവന്റെ കഴുത്തിലെ ഒരു ചങ്ങല ഊരിക്കളയാൻ വരെ അവനെ സഹായിച്ചു. ഇപ്പൊ വണ്ടിയിലുണ്ടായിരുന്ന എല്ലാ പന്നികളും അവന്റെ ചുറ്റുമുണ്ട്. സാം ആണെങ്കിൽ അവറ്റകളെല്ലാം കൂട്ടി മുന്നോട്ട് നടക്കുന്നു. ആൻഡ് വഴിയിൽ വെച്ച് ഒരുപാട് വേസ്റ്റ് കിടക്കുന്നത് കണ്ട് ആ പന്നികളെല്ലാം അത് കഴിക്കാൻ തുടങ്ങി. സാമിനാണെങ്കിൽ അവന്റെ അച്ഛനെ തപ്പി നടക്കാനുള്ള ധൈര്യമൊക്കെ ഇപ്പൊ പോയിട്ടുണ്ട്. അവിടെ കേക്കിയാണെങ്കിൽ സാമിനെയും ഓർത്ത് നടക്കുവാണ്. ആൻഡ് അവൻ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുകയാണ്. അന്ന് രാത്രി സാം ആ പന്നിക്കുട്ടിയുടെ കൂടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അത് കേക്കി എന്ന രീതിയിൽ ഒരു ശബ്ദം ഉണ്ടാക്കി. ഇത് കേട്ട സാമിന് കേക്കിയുടെ ഓർമ്മ വന്ന് അവളുടെ അടുത്തേക്ക് തിരിച്ചു പോകണമെന്നും തോന്നി. എന്നാൽ പിറ്റേ ദിവസം രാവിലെ അവൻ ആ ചെറിയ പന്നിക്കുട്ടിയുടെ കൂടെ കാട്ടിലൂടെ നടക്കുന്നു. എന്നാൽ കാടിന് തൊട്ടു വെളിയിൽ എത്തിയപ്പോൾ സാം ഒരു വെടിയൊച്ച കേട്ടു. അവിടെ ഗുസ്താവും മാർക്കും വില്യമും കൂട്ടത്തോടെ ചേർന്ന് സാമിനെ അന്വേഷിക്കുകയാണ്. ആൻഡ് ജാനക്സ് ആണെങ്കിൽ അവരുടെ കൂടെ പട്ടിയെ പോലെ വരുന്നുണ്ട്. സാം ഇപ്പോൾ ആ തോട്ടത്തിലൂടെ ശബ്ദമൊന്നും ഉണ്ടാകാതെ പതിയെ നടക്കുന്നു. എന്നാൽ ജാനക്സ് ചെറിയ ശബ്ദങ്ങൾ വെച്ച് സാമിനെ കണ്ടുപിടിച്ചു. ഇപ്പൊ ഗുസ്താവ് സാമിന്റെ തലയിൽ തോക്ക് ചൂണ്ടി ആ ട്രക്കിലുണ്ടായിരുന്ന എല്ലാ പന്നികളെയും തിരിച്ചു തരാൻ പറയുന്നു. ഗുസ്താവിനാണെങ്കിൽ അവനെ ഷൂട്ട് ചെയ്യാൻ താല്പര്യമില്ല. കാരണം ആദ്യം അവന് ആ ഒരു പന്നികളെ കിട്ടണം. എന്നാൽ പെട്ടെന്ന് ജാനക്സ് ഗുസ്താവിന്റെ കയ്യിലെ തോക്കിൽ കയറി പിടിച്ചു. ഇല്ലെങ്കിൽ അയാൾ സാമിനെ കൊന്നാലോ. അതുകൊണ്ട് ഇപ്പോൾ അവർ നാലുപേരും തോക്കിന് വേണ്ടി അടിയായി. ഈ അവസരം മുതലെടുത്ത് സാം അവിടുന്ന് കണ്ടം വഴി ഓടി. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞ് അവിടെ നിന്നും ഒരു വെടിയൊച്ച കേട്ട് സാം പതിയെ അവിടെ ചെന്നപ്പോൾ ഗുസ്താവിന്റെ കാലിനാണ് വെടിയേറ്റ് കിടക്കുന്നത്. ഇപ്പൊ സാം ഒന്നും നോക്കാതെ ഗുസ്താവിനെ പതിയെ താങ്ങി പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് സാം അയാളെ സഹായിച്ചത് കൊണ്ട് ഗുസ്താവ് വളരെ സന്തോഷത്തിലാണ്. ഇപ്പോൾ അയാൾ സാമിനെ ഒരു അടിമയായി കാണാതെ സ്വന്തം മകനെ പോലെ നോക്കാൻ തുടങ്ങി. അതിനുശേഷം ഗുസ്താവ് തന്റെ മകൾ കേക്കിയെയും സാമിന് വിവാഹം ചെയ്തു കൊടുക്കാനും തീരുമാനിച്ചു. എന്നാൽ അയാൾ കേക്കിയോട് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു, ആ ഒരു തോക്ക് ഭദ്രമായി സൂക്ഷിക്കാൻ. കാരണം ആ ഒരു മാർക്കും വില്യമും അവരെ ഇനി ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കേക്കിയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ വന്ന് സാമിനോട് പറഞ്ഞു, അച്ഛൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ട്. ഈ സമയം ആ ചെറിയ പന്നിക്കുട്ടി അവരെ ദൂരത്തു നിന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ കുറച്ചു സമയം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്തു നിന്നും പട്ടികൾ കൂട്ടത്തോടെ കുരക്കുന്ന ശബ്ദം കേട്ടു. ആൻഡ് പുറത്തു നിന്നും നല്ല രീതിയിൽ വെളിച്ചവും വരുന്നുണ്ട്. ഇത് കണ്ടവർ പതിയെ പുറത്തുപോയി നോക്കിയപ്പോൾ അവരുടെ ഒരു പന്നിക്കൂടിന് ആരോ തീയിട്ടിട്ടുണ്ട്. ആ പന്നികളുടെ ദേഹത്തൊക്കെ ഇപ്പോൾ മുഴുവനായും തീ പിടിച്ച് അവരവിടെ നിന്നും ഓടുകയാണ്. സാം ആണെങ്കിൽ അതിൽ കുറച്ചെണ്ണത്തിനെങ്കിലും രക്ഷിച്ചെടുത്തു. അപ്പോഴാണ് അവിടേക്ക് ജാനക്സ് വരുന്നത്. യഥാർത്ഥത്തിൽ അവനാണ് ഈ ഒരു പരിപാടി ചെയ്തത്. കാരണം അവൻ കേക്കി സാമിനെ വിവാഹം ചെയ്യാൻ പോകുന്ന കാര്യം എങ്ങനെയോ മനസ്സിലായിട്ടുണ്ട്. അവൻ കയ്യിലൊരു പന്തൊക്കെ പിടിച്ച് ഇപ്പൊ കേക്കിയുടെ അടുത്തേക്ക് പതിയെ വന്ന് തന്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. എന്നാൽ ഈ സമയം സാം അവിടേക്ക് വന്ന് അവർ തമ്മിൽ കൊടൂരമായ ഒരു ഫൈറ്റും തുടങ്ങി. സാം ജാനക്സിനെ മലത്തിയടിച്ച് താഴെ കിടത്തി അവന്റെ വിരലുകൾ ഉപയോഗിച്ച് ഇപ്പോൾ ജാനക്സിന്റെ കണ്ണുകൾ അങ്ങ് കുത്തി പൊട്ടിച്ചു. അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ഒരു പള്ളിയാണ്. ഇവിടെ സാമിന്റെയും കേക്കിയുടെയും വിവാഹം നടക്കുകയാണ്. ഇപ്പോൾ മാർക്കും വില്യംസും വരെ
വരെ ആ ഒരു ചടങ്ങിൽ ഗുസ്താവിനോടുള്ള എല്ലാ ദേഷ്യവും മറന്ന് പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. ആൻഡ് ഗുസ്താവ് ആണെങ്കിൽ അയാളുടെ മകളുടെ സന്തോഷത്തിൽ വളരെ സന്തോഷവാനുമാണ്. പിന്നീട് സാമും കേക്കിയാണ് ആ ഒരു വീട്ടിലെ എല്ലാ കാര്യവും നോക്കുന്നത്. അങ്ങനെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം കേക്ക് ഗർഭിണിയാവുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ സാമു പുറത്തുപോയി ആ ഒരു പന്നിക്കുട്ടിയെ നോക്കുന്നു. അതായത് നമ്മുടെ സാമിന്റെ ജീവൻ രക്ഷിച്ച അതേ ഒരു പന്നിക്കുട്ടി. ഇപ്പോഴാണെങ്കിൽ അത് അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ആൻഡ് അത് കുറച്ചു നേരം സാമിന്റെ മുഖത്തേക്ക് നോക്കി നിന്ന് അവിടെ നിന്നും പതിയെ ദൂരേക്ക് പോകുന്നു. ഇത് കണ്ട സാമ് കുറച്ചു നേരം നിന്ന് ചിന്തിച്ചു, ഞാനിനി എന്തെങ്കിലും തെറ്റ് ചെയ്തോ, അതെന്തിനിപ്പോ പോകുന്നത്. അങ്ങനെ കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൻ പതിയെ ഒരു വീട്ടിലേക്ക് കയറിപ്പോയി. അങ്ങനെ ഒരു കഥ അവസാനിക്കുകയാണ്. അപ്പോ നമ്മുടെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ പറയാ. ടാറ്റ.